പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ. സ്നേഹമുള്ള എന്നെ കേൾക്കുന്ന ക്രിസ്തുവിശ്വാസികളെ, ഇന്ന് വിശുദ്ധ യൗസേ പിതാവിൻ്റെ തിരുനാൾ ദിനത്തിൽ നാം ദൈവസന്നിധിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. മൗനത്തിൽ ജീവിച്ചെങ്കിലും സ്വർഗം മഹത്വപ്പെടുത്തിയ ഒരു വിശുദ്ധൻ, അധ്വാനിക്കുന്നവൻ്റെയും ഭാരം ചുമക്കുന്നവൻ്റെയും മറ്റൊരു പ്രതിരൂപം തന്നെയായിരുന്നു വിശുദ്ധനായ യൗസേ പിതാവ്. വാക്കുകളാലല്ല, ജീവിതത്താൽ സാക്ഷ്യം പറഞ്ഞ ഒരു വിശുദ്ധൻ, ദൈവഹിതം ചോദ്യം ചെയ്യാതെ അനുസരിച്ച ഒരു വിശുദ്ധൻ. ഇന്നത്തെ ലോകം ശബ്ദം നിറഞ്ഞ ലോകമാണ്. എന്നാൽ യൗസേ പിതാവിൻ്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത് ദൈവം ഏറ്റവും ശക്തമായി സംസാരിക്കുന്നത് മൗനത്തിലാണ് എന്ന വലിയ സത്യത്തെ വിളിച്ചു പറയുന്ന ഒരു ജീവിതം നമുക്ക് കാട്ടിത്തന്ന ഒരു വിശുദ്ധൻ. വിശുദ്ധനായ മത്തായി എഴുതിയ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യം പരിശോധിച്ചാൽ നമുക്കവിടെ വ്യക്തമായി കാണുവാൻ സാധിക്കും. വിശുദ്ധ യൗസേ പിതാവിൻ്റെ മൗന വിശ്വാസം. കർത്താവിൻ്റെ ദൂതൻ അവൻ്റെ സ്വപ്നത്തിൽ പ്രത്യക്ഷനായി, ദാവീദിന്റെ മകനായ യോസേഫേ, നിന്റെ ഭാര്യയായ മറിയയെ ചേർത്തുകൊള്ളുവാൻ ശങ്കിക്കേണ്ട. അവളിൽ ഉൽപ്പിതമായിരിക്കുന്നത് പരിശുദ്ധാത്മാവിനാലാകുന്നു. ആമേൻ, ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, വിശുദ്ധ ബൈബിളിൽ യൗസേ പിതാവിൻ്റെ അനവധിയായ വിവരണങ്ങൾ ഒന്നും തന്നെ രേഖപ്പെടുത്തിയിട്ടില്ല. എന്നാൽ അവൻ്റെ ജീവിതം മുഴുവൻ ഒരു പ്രസംഗമായിരുന്നു. തൻ്റെ ജീവിതം കൊണ്ട് ദൈവിക വിശ്വാസത്തെ നമുക്ക് വരച്ചു കാട്ടിത്തന്ന ഒരു പിതാവായിരുന്നു വിശുദ്ധനായ യൗസേ പിതാവ്. ഇന്നത്തെ ലോകത്തിൽ പലരും സംസാരിക്കുന്നു, നാം കേൾക്കുകയും ചെയ്യുന്നു. എന്നാൽ ദൈവം അന്വേഷിക്കുന്നത് സംസാരിക്കുന്നവനെയല്ല, കേൾക്കുന്നവരെയാണ്. പ്രിയ ദൈവമക്കളെ, യൗസേഫ് ദൈവത്തിൻ്റെ ശബ്ദം കേട്ട മനുഷ്യനായിരുന്നു. രാത്രിയുടെ ഇരുട്ടിൽ ദൂതൻ അവന് പ്രത്യക്ഷപ്പെട്ടു. അവന്റെ ജീവിതം മുഴുവൻ തകർന്നു പോയെന്ന് തോന്നിയ ഒരു സമയമായിരുന്നു അത്. മറിയത്തിന്റെ ഗർഭധാരണം അവന്റെ സ്വാഭാവിക ബുദ്ധിയിൽ എത്ര കൂട്ടിയിട്ടും കണക്കുകൾ കൂട്ടിക്കിഴിച്ചിട്ടും അവന്റെ മനസ്സിലായി. എന്നാൽ അവൻ പ്രതികാരത്തിലേക്ക് പോയില്ല, അവൻ കുറ്റപ്പെടുത്തലിലേക്കും പോയില്ല, അവൻ മൗനത്തിലേക്ക് പോയി. അവൻ ദൈവവുമായി സംസാരിക്കുന്നതിലേക്ക് കടന്നു ചെന്നു, പ്രാർത്ഥനയിലേക്ക് പോയി. ഇന്നത്തെ കുടുംബങ്ങളിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ, പ്രതിസന്ധികൾ വരുമ്പോൾ ആദ്യം നഷ്ടമാകുന്നത് പ്രാർത്ഥനയാണ്, പ്രാർത്ഥനയുടെ അനുഭവങ്ങളാണ്. എന്നാൽ യൗസേ പിതാവ് ആദ്യം അന്വേഷിച്ചതും കണ്ടെത്തിയതും ദൈവഹിതമായിരുന്നു, അത് പ്രാർത്ഥനയായിരുന്നു. അതിൽ നിന്ന് ഇന്നത്തെ കുടുംബങ്ങൾക്കുള്ള ഒരു സന്ദേശം എന്തെന്നറിയാമോ? ഇന്ന് കുടുംബങ്ങളിൽ ഏറെക്കുറെ തകർന്നുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. ബന്ധങ്ങൾ ഇന്ന് പലപ്പോഴും മെസ്സേജുകളായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ലോകം. മക്കൾക്ക് വേണ്ടി സമയം കണ്ടെത്തുവാൻ കഴിയാത്ത മാതാപിതാക്കൾ, അതുപോലെ തന്നെ തിരിച്ചും മാതാപിതാക്കൾക്ക് വേണ്ടി ഒരല്പം സമയം ചിലവഴിക്കുവാൻ, ഒരല്പ സമയം കണ്ടെത്തുവാൻ കഴിയാത്ത മക്കൾ, പ്രാർത്ഥന ഇല്ലാത്ത വീടുകൾ, പ്രാർത്ഥനയുടെ വളരെയായിട്ടുള്ള കുറവ് ഇന്ന് നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ കുടുംബ ജീവിതങ്ങളിൽ നമുക്ക് വ്യക്തമായി കാണുവാൻ സാധിക്കും. പ്രിയ ദൈവമക്കളെ, സ്നേഹത്തെക്കാൾ ഇന്ന് സ്ക്രീൻ സമയം വളരെ കൂടുതലായിട്ടുള്ള ഒരു ആധുനിക ലോകം. ഇത്തരം സന്ദർഭങ്ങളിൽ വിശുദ്ധ യൗസേ പിതാവ് ക്രൈസ്തവ സഭയോട് മൗനമായി സംസാരിക്കുന്നു. നിങ്ങളുടെ വീടുകളെ വീണ്ടും ദേവാലയങ്ങളാക്കുക. ഇതാണ് വിശുദ്ധനായ യൗസേ പിതാവ് ഇന്ന് നമ്മോട് പറയുന്നത്. യൗസേ പിതാവ് യേശുവിനെ സംരക്ഷിച്ചു. ഇന്ന് നമ്മുടെ വീടുകളിൽ യേശുവിനെ നാം സംരക്ഷിക്കുന്നുണ്ട്. ടെലിവിഷനുകൾ, മൊബൈൽ ഫോണുകൾ, സോഷ്യൽ മീഡിയകൾ, ഈ വക നമ്മുടെ വീടുകളിൽ കടന്നു വന്നപ്പോൾ നമ്മുടെ പ്രാർത്ഥനാ മുറികൾ, നമ്മുടെ പ്രാർത്ഥനകൾ അതിന്ന് ശൂന്യമായി തീർന്നിരിക്കുന്ന ഒരവസ്ഥ. ഈ അവസ്ഥയുടെ പരിണിത ഫലങ്ങൾ
അതും നാം തന്നെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു പ്രിയ ദൈവമക്കളെ. പക്ഷേ യൗസേപ്പ് പിതാവ് നമ്മെ പഠിപ്പിക്കുന്നത്, ദൈവ സാന്നിധ്യമില്ലാത്ത വീട് അതെത്ര വലിയതായാലും, അതെത്ര മനോഹരമായി നമുക്ക് തോന്നുമെങ്കിലും അത് വളരെ ശൂന്യമാണ് പ്രിയ ദൈവമക്കളെ. ഇവിടെ പിതാക്കന്മാർക്കായുള്ള ഒരു വലിയ സന്ദേശവും ഇതോടൊപ്പമുണ്ട്. ഇന്നത്തെ പിതാക്കന്മാർക്ക് യൗസേപ്പ് പിതാവ് ഒരു മാതൃകയാണ്. അവൻ അധികാരം കൊണ്ട് തൻ്റെ കുടുംബം നയിച്ചില്ല, സ്നേഹം കൊണ്ടാണ് തൻ്റെ കുടുംബം നയിച്ചത്. അവൻ യേശുവിനെ വളർത്തി പഠിപ്പിച്ചു സംരക്ഷിച്ചു. ഒരു നല്ല പിതാവിൻ്റെ കടമ എന്താണെന്ന് തൻ്റെ ജീവിതം കൊണ്ട് നമുക്ക് വരച്ചു കാണിച്ചു തന്നു പ്രിയ ദൈവമക്കളെ. ഇന്ന് ഈ ആധുനിക ലോകത്തിൽ അനേകം കുട്ടികൾക്ക് തൻ്റെ പിതാവിൻ്റെ സാന്നിധ്യം നഷ്ടമായി കൊണ്ടിരിക്കുന്ന ഒരു ലോകം. ഒരു കുട്ടിക്ക് അവൻ്റെ ഏറ്റവും വലിയ സമ്മാനമെന്ന് പറയുന്നത് തൻ്റെ പിതാവിൻ്റെ സമയമാണ്, അവനോടൊപ്പം ചിലവഴിക്കുന്ന ആ ചെറിയ നിമിഷങ്ങൾ. യൗസേപ്പ് പിതാവ് നമ്മോടും ചോദിക്കുന്നു, നിങ്ങളുടെ മക്കളെ ദൈവത്തിങ്കിലേക്ക് നയിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ? യുവാക്കൾക്കായുള്ള സന്ദേശം വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെ തിരുനാൾ ദിനമായി ഇന്ന്. പ്രിയ യുവജനങ്ങളെ, യൗസേപ്പ് പിതാവിൻ്റെ ജീവിത വിശുദ്ധി വലിയ ഒരു സന്ദേശമാണ്. ഇന്നത്തെ ലോകം ജീവിത വിശുദ്ധിയെ പരിഹസിക്കുന്ന ഒരു ലോകം, ശുദ്ധ ജീവിതത്തെ ഒരു ദൗർബല്യമായി കാണുന്ന ലോകം. എന്നാൽ യൗസേപ്പ് പിതാവ് നമ്മെ പഠിപ്പിക്കുന്നത് ജീവിത വിശുദ്ധി ദൗർബല്യമല്ല, അതൊരാത്മീയ ശക്തിയാണ്, ആത്മീക കൃപാദാനമാണ് പ്രിയ ദൈവ പൈതലേ. ദൈവം വലിയ ദൗത്യങ്ങൾ, വലിയ ഉത്തരവാദിത്വങ്ങൾ എപ്പോഴും ഏൽപ്പിക്കുന്നത് ശുദ്ധ ഹൃദയങ്ങളെയാണ്. ഓർത്തുകൊള്ളുക പ്രിയ യുവാക്കളെ, യുവതികളെ, ദൈവത്തിൻ്റെ സമയത്തെ നാം വിശ്വസിക്കുക. യൗസേപ്പ് പിതാവിന് എല്ലാം ഉടൻ തന്നെ മനസ്സിലായില്ല, എന്നാൽ അവൻ ദൈവത്തെ വിശ്വസിച്ചു. ഇന്ന് പലരും ചോദിക്കുന്നു, എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിച്ചു? എന്നാൽ യൗസേപ്പ് പിതാവ് പറയുന്നു, ദൈവം മൗനമായിരിക്കുമ്പോഴും പ്രവർത്തിക്കുന്നു പ്രിയ ദൈവമക്കളെ. ബേത്ലഹേമിലേക്കുള്ള യാത്ര, ഈജിപ്തിലേക്കുള്ള ഓട്ടം, ദാരിദ്ര്യം, അനിശ്ചിതത്വം, എല്ലാത്തിനുമിടയിലും ദൈവ പദ്ധതി അതവിടെ നടക്കുന്നു പ്രിയ ദൈവമക്കളെ. നമ്മുടെ ജീവിതത്തിലും അതുപോലെ തന്നെയാണ് പ്രിയ ദൈവമക്കളെ. ഇന്ന് യൗസേപ്പ് പിതാവിൻ്റെ ജീവിതം ക്രൈസ്തവ സഭയ്ക്കുള്ള ഒരു സന്ദേശം കൂടിയാണ്. ഇന്ന് ക്രൈസ്തവ സഭയ്ക്ക് ആവശ്യമുള്ളത് യൗസേപ്പ് പിതാവിനെ പോലെയുള്ള വിശ്വസ്തരെയാണ്. പ്രത്യാശയില്ലാതെ സേവിക്കുന്നവർ, ആരാധനയിൽ സ്ഥിരത പുലർത്തുന്നവർ, കുടുംബത്തെ വിശ്വാസത്തിൽ നയിക്കുന്നവർ. സ്വർഗം അന്വേഷിക്കുന്നത് വേദിയിലെ പ്രശസ്തരായവരെയല്ല, മൗനത്തിൽ വിശ്വസ്തന്മാരായ ദാസന്മാരെയാണ്. പ്രിയ ദൈവമക്കളെ, വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത് ദൈവഹിതം അനുസരിക്കുക, കുടുംബത്തെ സംരക്ഷിക്കുക, പ്രാർത്ഥനയിൽ ഉറച്ചു നിൽക്കുക, മൗനത്തിൽ ദൈവത്തെ കേൾക്കുക, ഭയത്തേക്കാൾ വിശ്വാസം തിരഞ്ഞെടുക്കുക. ഇന്ന് ഈ തിരുനാൾ ദിനത്തിൽ നമ്മുടെ കുടുംബങ്ങളെ വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെ മധ്യസ്ഥതയ്ക്ക് സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം പ്രിയ ദൈവമക്കളെ. വിശുദ്ധ യൗസേപ്പ് പിതാവേ, കുടുംബങ്ങളുടെ രക്ഷകനെ, ഞങ്ങളുടെ ഭവനങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. ഭയപ്പെടുന്ന ഹൃദയങ്ങൾക്ക് ധൈര്യം നൽകണമേ. തകർന്ന കുടുംബങ്ങൾക്ക് ഐക്യം നൽകണമേ. മക്കളെ വിശ്വാസത്തിൽ വളർത്തുവാനുള്ള ഒരു ദൈവിക കൃപ അടിയങ്ങൾക്കും നൽകണമേ. ഞങ്ങളുടെ ജീവിതം ദൈവഹിതത്തിനനുസരിച്ച് നയിക്കപ്പെടട്ടെ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെ മധ്യസ്ഥത നമ്മെ എല്ലാവരെയും കാത്തുപരിപാലിക്കും. ഈ വീഡിയോ അനുഗ്രഹമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.